بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون. സൂറത്തുൽ ബഖറയിലെ 81-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഒന്നാമതായി മൻ കസബ, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് ഇവിടെ നിയമം. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മൻ കസബ സയ്യിഅതൻ വഅഹാതത്. തൻവീന് ശേഷം വാവ് വന്നു. അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് വാവ്. അവിടെ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യേണ്ടതാണ്. തൻവീനിനെ വാവിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഖതീഅതുഹു, അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം. 4 5 ഖദർ നീട്ടേണ്ടതാണ്. ഫഉലൈക, അവിടെയും നിയമം അൽ മദ്ദുൽ മുത്തസിലാണ്. അസ്ഹാബുൻ നാരി, നൂൻ്റെ മേലെ ഷദ്ദ് വന്നത് കൊണ്ട് തന്നെ 2 ഖദർ മണിക്കേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാർ فأولئك أصحاب النار هم فيها خالدون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 81-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു ഫൗലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ ബല, അങ്ങനെയല്ല, മൻ കസബ, ആർ നേടി, സയ്യിഅതൻ, വല്ല തിന്മയും, വഅഹാതത്, വലയം ചെയ്യുകയും ചെയ്തു, ബിഹി, അവന്, ഖതീഅതുഹു, അവന്റെ തെറ്റുകുറ്റം അല്ലെങ്കിൽ അവന്റെ പാപം, ഫൗലൈക, എന്നാൽ അക്കൂട്ടർ, അസ്ഹാബ്, ആൾക്കാരാണ്, അന്നാർ, നരകത്തിന്റെ, ഹും, അവർ, ഫീഹ, അതിൽ, ഖാലിദൂൻ, നിത്യവാസികളാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെയല്ല, ആർ തിന്മയെ നേടിവെക്കുകയും തന്റെ തെറ്റുകുറ്റം തന്നെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നുവോ അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരാകുന്നു, അവരതിൽ നിത്യവാസികളായിരിക്കും. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളിലെ പണ്ഡിതന്മാർക്കിടയിലും അതുപോലെ അവരിലെ സാധാരണക്കാരായ ആളുകൾക്കിടയിലും ഉണ്ടായിരുന്ന ഒരു ധാരണ, ആ ധാരണ തിരുത്തിക്കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. ഞങ്ങൾ യഹൂദികൾ എന്ത് തന്നെ പ്രവർത്തിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നരകശിക്ഷ ഞങ്ങളെ സ്പർശിക്കുകയില്ല. ഇനി നരകശിക്ഷ എങ്ങാനും ഞങ്ങളെ സ്പർശിക്കുകയാണെങ്കിൽ തന്നെ അത് ഏതാനും ദിവസങ്ങളിൽ മാത്രമാണ് ഈ ശിക്ഷ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയുള്ളൂ എന്ന ഒരു വഴിപിഴച്ച വിശ്വാസം യഹൂദികൾക്കിടയിൽ ഉണ്ടായിരുന്നു. യഹൂദികളുടെ ഈ വാദത്തെ ഗണ്ണിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. നരകത്തിൽ അല്ലാഹു ശിക്ഷ അനുഭവിപ്പിക്കുന്നതും അതുപോലെ തന്നെ സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ ആസ്വദിപ്പിക്കുന്നതും ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകുന്നത്, അതിന്റെ മാനദണ്ഡം അതൊരിക്കലും ഏതെങ്കിലും ഒരു ദേശത്ത് ജനിച്ചു എന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നത തറവാട്ടിൽ ജനിച്ചു എന്നതോ അല്ല സഹോദരങ്ങളെ. മറിച്ച് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു മനുഷ്യനുണ്ടാകേണ്ടത്
യഥാർത്ഥ സത്യവിശ്വാസവും അതുപോലെ ആ സത്യവിശ്വാസത്തിന് അനുസൃതമായുള്ള സൽക്കർമ്മങ്ങളുമാണ് എന്ന്, നരകശിക്ഷയിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുന്നത് ആ രൂപത്തിലുള്ള സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വേദക്കാരെയും അതുപോലെ തന്നെ വിശ്വാസികളെയും അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 123-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, ലൈസ ബി അമാനിയിക്കും വലാ അമാനിയി അഹ്ലിൽ കിതാബ്. കാര്യം നിങ്ങളുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചല്ല, വേദക്കാരുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചല്ല. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി. ആര് തിന്മ പ്രവർത്തിച്ചാലും അതിനുള്ള പ്രതിഫലം അവന് നൽകപ്പെടുമെന്നാണ്. അപ്പോ സഹോദരങ്ങളെ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൗലികമായ വളരെ പ്രധാനമായ ഒരു തത്വമാണ് ഇവിടെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ വിഭാഗത്തിന്റെയോ കുത്തകയല്ല, മറിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കന്മാരുടെ അധ്യാപനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് അവരിലൂടെ അള്ളാഹു നൽകിയ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണ് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബാധകമാകുന്ന ഒരു വിധി പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇസ്രായേൽ ജനതക്കും അതുപോലെ തന്നെ മറ്റെല്ലാ ആളുകൾക്കും ബാധകമാകുന്ന നിയമമാണ്. ആരാണ് വിജയികൾ, ആരാണ് നശിച്ചവർ എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. മൻ കസബ സയ്യിഅതൻ, ആറ് തിന്മയെ നേടിവെക്കുകയും തന്റെ തെറ്റുകുറ്റം തന്നെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നുവോ, അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരാകുന്നു, അവരതിൽ നിത്യവാസികളായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ സഹോദരങ്ങളെ, നിത്യവാസികളായി നരകത്തിൽ താമസിക്കുന്ന ആളുകൾ അവർ ചെയ്ത തിന്മ അത് ശിർക്കാണ് എന്ന് പ്രാമാണികരും പൂർവസൂരികളുമായ പണ്ഡിതന്മാർ തഫ്സീർ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇമാം തൊബരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇമാം മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ ഈ ആയത്തിൽ ആർ തിന്മയെ നേടിവെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിലെ തിന്മ അത് ശിർക്കാണെന്നും അതുപോലെ തന്റെ തെറ്റുകുറ്റം തന്നെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിലെ തെറ്റുകുറ്റങ്ങൾ അത് നരകത്തിന് എന്താണ് അള്ളാഹു അനുശാസിച്ചിരിക്കുന്നത്, ആ നരകത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണോ ആ തിന്മകൾ കൊണ്ട് വലയം ചെയ്ത ആളുകളായിരിക്കും അത് എന്നാണ്. ശിർക്ക് ചെയ്യുന്ന ഒരു മുശ്രിക്കായ വ്യക്തിയിലായിരിക്കും സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള തിന്മകൾ അത് കൂടുതലായി നമുക്ക് പ്രകടമായി കാണുക. ആ വ്യക്തിക്ക് തൗബ ചെയ്ത് മടങ്ങുവാൻ കഴിയാത്ത രൂപത്തിൽ ശിർക്ക് എന്ന മഹാപാപം ആ വ്യക്തിയെ വലയം ചെയ്തിട്ടുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരു മനുഷ്യരിൽ അല്പമെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ അവന്റെ പാപം അവന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ അവനെ വലയം ചെയ്യുന്ന അവസ്ഥ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ അവനിൽ ഉണ്ടാവുകയില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് ജാഗ്രത നൽകിയിട്ടുള്ള ഒരു വിഷയമാണ് സഹോദരങ്ങളെ പാപങ്ങൾ. ആ പാപങ്ങളെ നമ്മൾ നിസ്സാരമായി എടുക്കരുത്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇയ്യാകും വമുഹഖറാത്തിൽ ദുനൂബ്, നിസ്സാരമായി ഗണിക്കപ്പെടുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഫഇന്നഹുന്ന യജ്തമിഉന അല റജുലി ഹത്താ യുഹ്ലിക്ന, കാരണം അവ മനുഷ്യനിൽ ഒരുമിച്ച് കൂടി അവസാനം അവനെ അത് നാശത്തിൽ അകപ്പെടുത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങളെ നിസ്സാരമായി നമ്മൾ കാണരുത്. അങ്ങനെ പാപങ്ങളെ നിസ്സാരമായി കാണുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു മനപ്രയാസത്തിലേക്ക് ആ മനുഷ്യനെ ചെന്നെത്തിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ തെറ്റുകുറ്റം കൊണ്ട് വലയം ചെയ്യപ്പെട്ട നരകത്തിൽ നിത്യവാസികളായ ആളുകൾ അവർ കുഫ്റിന്റെയും ശിർക്കിന്റെയും വാഹകരായ ആളുകളാണ്. അവരുടെ നീചമായ തിന്മയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 81-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 81-ാമത്തെ ആയത്തിന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്.
അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.